أسماؤه وتعالى وأكون للوطن الحبيب مشيدا أنمى إليه وأستفيض جلالا അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന മറ്റൊരു കാര്യം കൂടി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണ്. ഇന്ന് ഹാദിക്ക് സ്കൂൾ ലീവാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈവനിങ്ങിന് കുറച്ച് നേരം പാർക്കിൽ പോയിരിക്കാമെന്ന്. അപ്പോൾ അവനവിടെ ടോയ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആൾ ഹാപ്പി ആയിരിക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആൾ വർക്കിന് പോവും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്ത് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ പാർക്കിൽ ഇപ്പോൾ അധികം ആളുകളൊന്നും വരാറില്ല. അതുകൊണ്ട് തിരക്കും ഭയങ്കര കുറവാണ്. ഞങ്ങളും ആദ്യം ഇങ്ങോട്ട് വരണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ വിചാരിച്ചു ഇവിടെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചൂടിനൊരു കുറവുണ്ടാവുമെന്ന്. എന്തായാലും അങ്ങനെ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചു. മോൻക്കായാലും റൂമിലിരുന്നിട്ട് ഭയങ്കര ബോറടിയാണ്. അവൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞു, സ്കൂൾ സ്റ്റാർട്ടാക്കി. ഫ്രൈഡേയും സാറ്റർഡേയും ആണ് ലീവ്. ഇവിടെ നിന്ന് വലിയ തിരക്കൊന്നും കാണുന്നില്ല. എന്നാലും കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. സുഡാനീസാണ് കൂടുതലായിട്ടുള്ളത്. എന്തായാലും ഇന്ന് വന്നത് നന്നായി. അതുകൊണ്ട് ഹാദിക്ക് എല്ലാ ടോയ്സിലും കയറാൻ പറ്റി. സാധാരണ ദിവസങ്ങളിലൊക്കെ തിരക്കും ബഹളം ഒക്കെ ആയിട്ട് അവന് ഒന്നിലും അങ്ങനെ കയറാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ആളിന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഞാനും നല്ല ഫ്രീ ആയിട്ട് ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. മറ്റുള്ള കുട്ടികളായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിട്ട്. ഇന്നിപ്പോൾ യാതൊരു ടെൻഷനും ഇല്ലാതെ നല്ല ഫ്രീ ആയിട്ട് ഇരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട് എന്നുള്ളത്. അവൾക്ക് മെഹന്തി ഇടുന്നത് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ കയ്യിൽ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് ടൈം പാർക്കിൽ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വന്നു. റൂമിലെത്തിയിട്ട് ഞാനൊരു പ്ലാനർ റെഡിയാക്കാൻ പോവുകയാണ്. 1 വീക്കിലേക്കുള്ള പ്ലാനറാണ് റെഡിയാക്കുന്നത്. സാധാരണ നമ്മൾ മന്ത്ലി പ്ലാനറല്ലേ ഉണ്ടാക്കാറുള്ളത്. ഇത്തവണ ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വീക്കിലി പ്ലാനറാണ് ആക്കുന്നത്. ഒരു ടു ഡു ലിസ്റ്റ് പോലെ ഓരോ ദിവസങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. മീൽ പ്ലാനർ, സെൽഫ് കെയർ, ഹാബിറ്റ്സ്, ക്ലീനിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇതുപോലെ റഫായിട്ട് എഴുതി വെക്കും. പിന്നെയാണ് ഞാൻ പ്ലാനറിലേക്ക് മാറ്റി എഴുതുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നോർമലി മന്ത്ലി പ്ലാനർ റെഡിയാക്കുന്ന സമയത്ത് ഹാബിറ്റ് ട്രാക്കർ, പിന്നെ മീൽ പ്ലാനർ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടല്ലേ എഴുതാറുള്ളത്. ഇത് എല്ലാം കൂടി ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നു. അതായത് ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതി വെക്കുന്നു. അങ്ങനെ ഒരാഴ്ചയിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അതേ ഉള്ളൂ വ്യത്യാസം. എനിക്ക് പേഴ്സണലി തോന്നിയത്, ഞാൻ പറയുന്നത് സലാ ട്രാക്കറിൻ്റെ കാര്യമല്ല, മന്ത്ലി പ്ലാനറിൻ്റെ കാര്യത്തിൽ മന്ത്ലി പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് വീക്കിലി പ്ലാൻ ചെയ്യുന്നതാണ്. കാരണം മന്ത്ലി പ്ലാനർ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നമ്മൾ കറക്റ്റ് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പിന്നെ നമ്മളത് അതിൽ നിന്നൊക്കെ വിട്ടുപോകും. ആ ഒരു ട്രാക്കിൽ നിന്ന് പോയാൽ പിന്നെ നമുക്കത് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഒന്ന് ചേഞ്ച് ആക്കിയത്. ആദ്യം ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളാണ് എഴുതി വെക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതി വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മീൽ പ്ലാനർ റെഡിയാക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നുള്ളത് പറയാം.
ഒന്നാമത്തെ കാര്യമാണ് നമ്മളെ സമയം ലാഭിക്കാൻ പറ്റും. എല്ലാവരും പറയുന്നൊരു പരാതിയാണ് ഒന്നിനും സമയം കിട്ടുന്നില്ല. വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 3 മണി 3:30 ഒക്കെ ആവുന്നു. പിന്നെ ഒന്നിനും ടൈം കിട്ടുന്നില്ല എന്നൊക്കെ. അങ്ങനെയുള്ളവർ എന്തായാലും ഇതുപോലൊരു പ്ലാനർ റെഡിയാക്കി വെക്കുക. കാരണം ഓരോ ദിവസവും എന്തൊക്കെയാണ് നമ്മൾ ഇന്നിപ്പോൾ എന്താ കുക്ക് ചെയ്യുക എന്ന് ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ടൈമും പോവുക. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ടൈം അങ്ങനെ നഷ്ടപ്പെട്ടു പോവില്ല. നമ്മളാരും നമ്മളെ ടൈം മുഴുവൻ അടുക്കളയിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണ്. അതുകൊണ്ട് വേഗം കുക്കിങ്ങൊക്കെ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം ഫ്രീ ആയിട്ട് കിട്ടും. ആ ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതല്ലെങ്കിൽ ഇബാദത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താം. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഇനി മീൽ പ്ലാനിങ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റും എന്നുള്ളത്. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ജോലിയൊന്നും പെട്ടെന്ന് തീർന്ന് കഴിയാതെ വരുമ്പോൾ നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലെത്തും. നമ്മൾക്കറിയാലോ ഫാസ്റ്റ് ഫുഡ് അത്ര നല്ലതൊന്നുമല്ല നമ്മളെ ഹെൽത്തിനെന്ന്. നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കാം എന്നല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതൊന്നും നല്ലതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മീൽ പ്ലാനർ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഓരോ ദിവസം എന്തൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാന് നമുക്ക് കിട്ടും. മൂന്നാമത്തത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്യാഷ് ലാഭിക്കാൻ പറ്റും. കാരണം നമ്മളിങ്ങനെ 1 വീക്കിലേക്കുള്ളൊരു പ്ലാനർ റെഡിയാക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളൊരു ഏകദേശം ഐഡിയ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ക്യാഷിൻ്റെ ചിലവ് കുറക്കാൻ പറ്റും. ഞാൻ ഈ മീൽ പ്ലാനർ എഴുതുന്നതിൻ്റെ മുമ്പ് ചെയ്യുന്നൊരു കാര്യം, ആദ്യം കിച്ചണിൽ പോയിട്ട് നമ്മളെ ഫുഡ് ഐറ്റംസ് എല്ലാതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. എന്തൊക്കെ സാധനങ്ങൾ നമ്മളെ വീട്ടിലുണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ മീൽ പ്ലാനർ റെഡിയാക്കി വെക്കാറ്. നമ്മളെ വീട്ടിൽ കൂടുതലായിട്ടും ഈ കടല, പയർ, ഗ്രീൻ പീസ് അങ്ങനെയുള്ളതൊന്നും വലിയ ചിലവൊന്നും ഉണ്ടാവില്ല, അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ വാങ്ങി വെച്ചതൊക്കെ കുറേ നാൾ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ വെറുതെ നാശമായി പോവുകയല്ലേ ചെയ്യുക. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ ബാലൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അത് വെച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചിട്ട് മീൽ പ്ലാനർ റെഡിയാക്കുകയാണെങ്കിൽ നമ്മളെ ചിലവ് നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫാസ്റ്റ് ഫുഡ് വാങ്ങുന്നതിൻ്റെ കാര്യം. അങ്ങനെ നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഫാസ്റ്റ് ഫുഡ് വാങ്ങുമ്പോൾ നമ്മളെ ചിലവ് നന്നായി കൂടും. അപ്പോൾ ഇങ്ങനൊരു പ്ലാനർ റെഡിയാക്കിയിട്ട് കറക്റ്റ് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളെ ക്യാഷും ലാഭിക്കാൻ പറ്റും. നാലാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും വേസ്റ്റായി പോവാതെ നമുക്കെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ നമ്മൾ മീൽ പ്ലാനർ റെഡിയാക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെ വീട്ടിലുള്ള എല്ലാവരോടും ഒന്ന് അവരെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് ചോദിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡാണ് ഇഷ്ടമുള്ളത്, ഇഷ്ടമില്ലാത്തത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കും അതൊരു സന്തോഷമാവും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു ബെനിഫിറ്റാണ് നമ്മളെ മെൻ്റൽ സ്ട്രെസ്സ് കുറഞ്ഞു കിട്ടും. സാധാരണ ദിവസങ്ങളിലൊക്കെ ഇന്നിനിപ്പോൾ എന്താ കുക്ക് ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിട്ട് കുറേ നേരം ടെൻഷൻ അടിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമുക്കതൊരു ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഇതുവരെയും നമ്മൾ പറഞ്ഞത് മീൽ പ്ലാനിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെയാണ് ക്ലീനിങ്ങിൻ്റെയും സെൽഫ് കെയറിൻ്റെയും ഒക്കെ കാര്യങ്ങൾ. ക്ലീനിങ് ആയാലും നമ്മൾ ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്താലാണ് നമ്മളെ വീട് എപ്പോഴും വൃത്തിയുള്ളതായിട്ട് ഇരിക്കുള്ളൂ. നമ്മളെല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മറ്റൊന്നിനും സമയം തികയില്ല. അതുകൊണ്ട് ഓരോ ദിവസം ഓരോ പാർട്ടായിട്ട് ക്ലീൻ ചെയ്ത് വരികയാണെങ്കിൽ നമ്മളെ സമയവും ലാഭമാണ്, നമ്മളെ വീടെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഓരോ ദിവസങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളതും എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പ്ലാനറിൽ എഴുതി വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. നമ്മൾ ഇനിയും ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാനിതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈഡേയിൽ പിന്നെ ഞാനങ്ങനെ ക്ലീനിങ്ങൊന്നും എഴുതി വെക്കുന്നില്ല. ഫ്രൈഡേ നമ്മൾ പുറത്ത് പോവലും അങ്ങനെയൊക്കെ ആകുമ്പോൾ അന്നത്തെ ദിവസം ഞാൻ ക്ലീനിങ്ങിന് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല.
മാത്രമല്ല ഫ്രൈഡേ ഞാൻ ഖുർആൻ ജേർണലിങ്ങിനും അതുപോലെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് സെൽഫ് കെയറാണ് എഴുതി വെക്കുന്നത്. ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇടയ്ക്കൊക്കെ ഇടാനൊക്കെ മറക്കാറുണ്ട്. അപ്പോൾ ഇതിലെഴുതി വെക്കുകയാണെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുതിയതാണ്. ആ ഫേസ് പാക്ക് നമ്മളങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഡേയ്സിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ എഴുതിയ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പ്ലാനറൊന്ന് റെഡിയാക്കി നോക്കുക. ചില ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ള പ്ലാനർ നിങ്ങളൊന്ന് റെഡിയാക്കിയിട്ട് അത് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്കതിൻ്റെ ചേഞ്ചസ് അറിയാൻ പറ്റും. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്, ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ശരിക്കും നമ്മളെ ലൈഫിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്ലാനറാണിത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇനി ഞാൻ അടുത്തതായിട്ടൊരു ഓറിയോ ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. കുറേ ദിവസമായി ഇവിടെ ഒരു 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട്. അതിനി അങ്ങനെ ഇരുന്നിട്ട് ഡേറ്റ് കഴിഞ്ഞ് നാശമായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ഒരു ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ കാണാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിടുന്നുണ്ട്. അടുത്തതായിട്ട് ഇനി ഡിന്നർ പ്രിപ്പറേഷൻസാണ്. നമ്മൾ പ്ലാനറിൽ ഞാൻ എഴുതി വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഇന്ന് പുട്ടും കടലയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതാണ് റെഡിയാക്കാൻ പോകുന്നത്. ഞാനിവിടെ അജ്മി എന്ന ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടുണ്ടാക്കാൻ പറ്റലുണ്ട്. സാധാരണ എനിക്ക് പുട്ട് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പുട്ടുപൊടി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും കടലയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ. നമ്മളെ വീക്ക്ലി പ്ലാനർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.